ആരെങ്കിലും മിണ്ടാനുണ്ടോ? ഒരുത്തനീനടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലും മുഖത്തെല്ലാം ഭാര്യ കെട്ടിയിട്ട് വന്ന് പറയുന്നത് എന്നെ ഫാമിലീസാണ് വിളിക്കുന്നത് കൂടുതൽ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്നെ കുറേ ആൾക്കാർ 50,000 25,000 തന്ന് വിളിക്കുന്നു. ഞാൻ മാസത്തിൽ സമ്പാദിക്കുന്നത് 2 ലക്ഷം ഉറുപ്പ്യാന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് സംശയമായി. അതായത് ഓരോ ക്ലയൻറ്റും ഇവന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ എല്ലാം കൂടി കൂട്ടിയപ്പോഴും ഇവന് കിട്ടുന്നതിന് അറിയാം 2 ലക്ഷം രൂപയാണ് ഇവന് കിട്ടുന്നത്. അപ്പോൾ ഇവന് എത്ര ദിവസത്തെ ജോലിയാണെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴേക്ക് മാസത്തിൽ 5 ദിവസത്തെ ജോലിയേ ഉള്ളൂ. അപ്പോൾ 5 പേര് വിളിക്കുന്നതാണോ ഇവൻ ഇത്ര മാത്രം വന്നിട്ട് ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത്? ഒരുത്തൻ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്, വേറെ ഒന്നുമല്ല. ഒരാൾ മുഖമൊന്നും കാണിക്കുന്നില്ല. അവൻ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട്, അതായത് ഇവിടെ കുറച്ച് മാസ്ക്, ഇവിടെ കുറച്ച് കാര്യം, അവനെ തിരിച്ചറിയരുത് എന്നുള്ളത് കൊണ്ടാണ് അവൻ അങ്ങനെ വരുന്നത്. അവൻ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പുരുഷന്മാർക്കും മറ്റേ എന്താ പറയുക രാത്രിയാകുമ്പോഴേക്ക് എന്നെയാണ് ആവശ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ കൊണ്ടൊന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്നെ 50,000 25,000 ഒക്കെ തന്ന് പല സ്ത്രീകളും എന്നെ ബുക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾ മേക്കപ്പ് മാൻമാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ സഹായി ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ വേറെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ ആർക്കും മനസ്സിലാവില്ല. എനിക്ക് അവർ ഒരുപാട് ക്യാഷ് തരും. ഇതാണ് എൻ്റെ ഒരു വരുമാനം. ഇതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കുറേ ആൾക്കാർ ഇതിൻ്റെ പേരിൽ കൊച്ചിയിൽ ജീവിക്കുന്നുണ്ട്. ഞങ്ങൾ തിരുവനന്തപുരത്തും ബാംഗ്ലൂരൊക്കെ ഞങ്ങളുടെ സർവീസുകളുണ്ട് എന്ന് ഒരുത്തൻ ഉളുപ്പില്ലാതെ വന്ന് പറയുകയും ഒരു സ്ത്രീകൾ പോലും അതിനെതിരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് പോലും ഒരാൾ ചോദിച്ചിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ ഇതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അവൻ്റെ തൊഴിൽ ചെയ്യുന്നത്, അവൻ അവൻ്റെ ജോലിയല്ലേ ചെയ്യുന്നത്, അവൻ ആ ജോലി ചെയ്ത് ജീവിക്കുന്നില്ലേ, അവൻ ആ ജോലി ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നില്ലേ? അതായത് ഒരു ഉളുപ്പുമില്ലാതെ ഒരു കാര്യങ്ങൾ ഒരു ഗദ്ദാഫി എന്ന് പറയുന്ന ഒരുത്തൻ വന്നിട്ട് മറ്റവനെ എവിടുന്നോ കൊണ്ടുവന്നത്. അവന് തലയില്ല, മുഖമില്ല, അഡ്രസ്സില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടാവും എന്നറിയാം. ഞാനും ഇതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 2 തോർത്തുമുണ്ടും കെട്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് എന്നെ ഈ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിളിക്കുന്നത്, എന്നെ ആ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും നല്ല റീച്ച് കിട്ടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ധൈര്യമുള്ളവനാണ് എന്താ ചെയ്യേണ്ടത്? നേരെ മുഖം കാണിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. പണ്ട് സുദീപ് എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. അതായത് നമ്മളെ ഡ്രാക്കുളയെല്ലാം അഭിനയിച്ച സുധീർ. ആ സുധീർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ലേഡി എന്നെ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു എന്ന്. അവന് റീച്ചിന് വേണ്ടി പറഞ്ഞാണ്. എന്നാലും അവൻ മുഖത്തും ആടിയിട്ടൊന്നും കെട്ടാണ്ടാവെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവൻ്റെ ധൈര്യത്തെ അവൻ ഒരു സ്ത്രീനെ മാത്രമേ പറയുന്നുള്ളൂ. ഇതെന്ന് പറയുന്നത് ഒരു പക്ഷേ കൊച്ചിയിലുള്ള നിരവധി സ്ത്രീകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. അതായത് കൊച്ചിയിലുള്ള ഒരുപാട് പേരെ ബാധിക്കുന്ന പ്രശ്നമാണിത്. ഇപ്പോഴെല്ലാവരുടെയും മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, കൊച്ചിയിലൊക്കെ ഇങ്ങനെയാണോ, കൊച്ചിയിലെ സ്ത്രീകളൊക്കെ ഇങ്ങനെയാണോ എന്നുള്ള തരത്തിലാണ്. അവിടെ അതായത് അങ്ങനെ പോകുന്നവരെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്ന് പറയുന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് എന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇവൻ്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും അതിനു വേണ്ടി ജീവിക്കുന്നതാണെന്ന്. ആലോചിച്ചോക്കറ നിങ്ങൾ. ഒരാൾ പോലും മിണ്ടാനുണ്ടായോ? ഇങ്ങനെയുള്ള ആ ഗദ്ദാഫി എന്ന് പറയുന്നവനോട് ചോദിക്കാനുണ്ടായോ? വേറെ ഏതെങ്കിലും ഒരുത്തനാണെങ്കിൽ അപ്പോഴേക്ക് ഇളകൂലേ, ഐറ്റങ്ങളെ കരിയുമായാലും മറ്റേതും കൊണ്ട് ഇളകൂലേ? ആ ഇളകിയിട്ട് നീ എന്താടാ അങ്ങനെ പറഞ്ഞത്, അവനെ കാണിച്ചതാടാ, ഏതവനാടാ അവൻ ചോദിക്കത്തില്ലേ? പക്ഷേ വേറെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കേരളത്തിൽ സകല സംഭവം നടക്കുന്നത്, സകല തരികിടിയും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രം അങ്ങനെ ഒഴിച്ചുകൂടണ്ട, അത് ഇതും കൂടി കിടന്നോട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പോഴായിരിക്കാം 1 or 2 ആൾക്കാരുണ്ടാകും ഇങ്ങനെയൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന്, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അപ്പോൾ ഇതൊക്കെ അടിച്ചിട്ടും അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ടീമുകൾ ഉണ്ടാകും. ഇപ്പോഴും കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച റെയിൽവേ ട്രാക്കിൽ വീണ 45-കാരി 65 വയസ്സുകാരനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള വന്താ പോലും. നിങ്ങൾ ആലോചിച്ച് നോക്കാറായിരുന്നു. അതായത് ഇന്നത്തെ കാലത്ത് വയസ്സൊന്നും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരുത്തനെ മതി എന്ന് പറയുന്നത് പോലെയാണ്. അങ്ങനെ കുറേ എണ്ണം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് മൊത്തത്തിൽ അങ്ങ് അടച്ച് ആക്ഷേപിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവനാണിപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള ചർച്ചാ വിഷയം. ഏതോ ഒരുത്തൻ മുഖം മൂടിയിട്ട് വന്നിട്ട് ഇങ്ങനെ വലിയ വായിൽ വർത്താനം പറയുന്ന, ഇതില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാകാം. കേരളത്തിൽ എന്ന് പറയുന്ന എല്ലാവരും നല്ല ഡീസൻ്റ് ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ആ ചുവന്ന തെരുവുകാരോട് എനിക്ക് വലിയ ബഹുമാനമാണ് ഇപ്പോഴും തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊക്കെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അവർ
പിന്നെ അവരുടെ ശരീരം വിൽക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള കൊച്ചമ്മമാർ ഇങ്ങനെയുള്ള നാറിയ കഥകൾ കേൾക്കുമ്പോൾ അവരോടുള്ള ബഹുമാനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. അവരെയൊക്കെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അകൽച്ച പാലിച്ച് നിർത്തുന്ന ടീമാണ്. അതായത് ബോംബെ ചുവന്ന തെരുവ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അറപ്പോടും വെറുപ്പോടും കൂടിയിട്ട് ഒരു പക്ഷേ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും നമ്മളൊന്നും കുടിക്കത്തില്ല. അങ്ങനെയുള്ള ഇതിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അപ്പോഴാണ് വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഇവനെ പോലെയുള്ള ആൾക്കാർ ഇങ്ങനെ തുറന്നു പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിൽ നടക്കുമെല്ലാം. ഇത് കുറേ നാൾ മുമ്പ് ചുംബന സമരവും കൊണ്ട് ഒരുത്തം വന്നില്ലേ, ഓൻ്റെ പരിപാടി എന്നാ. ചുംബന സമരവും കൊണ്ട് അവൻ വന്നത് എന്തിനാണെന്നറിയാം, അവൻ്റെ പരിപാടിക്ക് പരസ്യം പിടിക്കാനാണ്. ഇതും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊന്നും ആരും അറിയില്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞോട്ടെ, ഒരു പ്രമോഷനായിട്ട് നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണോ ഗദ്ദാഫി എന്ന് പറയുന്ന അവൻ ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് വന്നത്? അവൻ RJ ഗദ്ദാഫിയാന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ് സംഭവം എന്ന്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ അവനെ അന്വേഷിച്ചിട്ടായിരിക്കും കുറേ ആൾക്കാർ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയില്ലല്ലോ. ഇപ്പം എല്ലാം കേരളം മുഴുവൻ അറിഞ്ഞില്ലേ. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴിങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ മാത്രമല്ല, ഇവിടെ ഒഴുകിയെത്തുന്ന ചില മരുന്നുകൾ തന്നെയാണ്, വേറെ ഒന്നുമല്ല. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ജനങ്ങൾക്കിടയിൽ മറ്റവൻ നല്ല രീതിയിൽ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ്. കാരണം ഇതൊക്കെ അടിച്ചിട്ട് ജനങ്ങൾക്ക് ഇപ്പോഴും ശരിക്കും ബോധമില്ലാണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ഒരു 10 വർഷം കൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട് ഏത് തരത്തിലാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ കൊണ്ടുവരുന്നവനെ തീറ്റി പോറ്റാതെ അവനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമുക്ക്? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇപ്പം കാണുന്നില്ലേ, ഏതാ മെക്സിക്കോയില്ല എന്നൊക്കെ നമ്മൾ കണ്ടില്ലേ, മാഫിയ തലവനെയൊക്കെ പിടികൂടിയിട്ട്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവരെന്താ ചെയ്തത് നിങ്ങൾക്കറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ഇത് കൊണ്ടുവരുന്നവനെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതുപോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറത്തുള്ളതും നമ്മൾ കേൾക്കേണ്ടി വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ നമുക്ക് എന്താ പറയേണ്ടത്, മറ്റേ ശാല വേണം, ഈ ശാല വേണം എന്നൊക്കെ പറയുന്നത്. ഇനി അതിൻ്റെയും കൂടി കുറവ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങ് ഒഴുക്കുണ്ട്. അതില്ല എന്നൊന്നും ആരും പറയണ്ട. അത് കൃത്യമായിട്ട് കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്ന പകുതി ആൾക്കാരും ഇതിന് പിടിയിൽ തന്നെയാണ്. ഇനി ഭക്ഷണത്തിലും കൂടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. അതായത് നമുക്ക് അറിയില്ലല്ലോ. അതായത് ഭക്ഷണത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നാ മക്കളെ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അത് അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇതിൻ്റെ പുറകിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ വന്നിട്ട് ഇവരെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ടിനി ടോമിന് കണ്ടില്ലേ നിങ്ങൾക്ക് പറ്റിയിട്ട്? ടിനി ടോം ഈ മയക്കുമരുന്നിനെതിരെ ഭയങ്കരമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ്. അത് അയാളുടെ മകനെ നല്ലവണ്ണം സ്വാധീനിച്ചു. ഇതിനിടയ്ക്ക് ആ മകനെയും പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ പ്രസംഗിച്ച് ബോധവൽക്കരണം നടത്തി ഇന്നത്തെ യുവാക്കൾക്ക് എന്നാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. എടാ ഇത് തിന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ എനർജി വരും എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഒന്ന് നോക്കണം. അങ്ങനെയുള്ള ചിന്താഗതി ഇന്ന് യുവാക്കളുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു പ്രത്യാഘാതം തന്നെയാണ് ഇവനെ പോലെയുള്ള ആൾക്കാർ. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരാളും ജോലിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഈ പണിക്കല്ലേ പോവുള്ളൂ. ഒരു ഇത് കിട്ടിയാൽ പോരെ, അവന് ലാവിഷായില്ലേ? ഇങ്ങനെ മുഖവും പൊത്തിയിട്ട് നടന്നാൽ പോരെയായിരുന്നു. എന്തൊക്കെ ബടായിത്തരാ അവൻ ആ ഇൻ്റർവ്യൂവിൽ വന്ന് വിളിച്ച് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഭഗവാനെ, ഇതൊക്കെ കേരളത്തിൽ നടക്കുന്നത് തന്നെ ആണോടെ? പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ വലിയ വലിയ സൗധങ്ങളാണ് നമ്മൾ ഓരോ സ്ഥലത്ത് കാണുന്നത്. അവിടെയൊക്കെ എന്താ നടക്കുന്നതെന്ന് ആർക്കറിയാം? അതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രത്യേക തലത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ അനുകരിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാട്ടിയും വലിയ ആളാകാൻ വേണ്ടിയിട്ട് നോക്കലാണ്. ആരെക്കുറിച്ചാണെന്ന് ഞാൻ പറയണ്ടല്ലോ. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളെയാണ് ഇങ്ങനെ അനുകരിച്ചുകൊണ്ടിരിക്കൽ. ഇപ്പം അവരെക്കാളും വലിയ ആളായിട്ട് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെയുള്ള ആൾക്കാരുണ്ടാകും. അത് നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടാൻ വേണ്ടിയിട്ടുള്ളൊരു യന്ത്രം മാത്രമാണ് അവൻ. വളരെ സൂക്ഷിച്ച് നിൽക്കുക. 50,000 ഒക്കെ കൊടുത്തിട്ട് ഇവനെ പോലെയുള്ള വേട്ടാവിളിയനെ കൊണ്ടുപോകുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നത്. ബാക്കി ഞാൻ പറയുന്നില്ല. നന്ദി, നമസ്കാരം.